സ്വാമിജിയുടെ ഒരു കുട്ടിക്കാലം വാസ്തവത്തിൽ ഒത്തിരി ചിന്തകളുടെ സ്വാമിജി ഒരു അന്വേഷകനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. സ്വാമിജിയുടെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ കാലം, അതിനുശേഷം ശാസ്ത്രജ്ഞനായി ജോലി ചെയ്തിരുന്ന കാലം, അങ്ങനെയാണ് സ്വാമിജി അമ്മയിലേക്ക് എത്തിപ്പെടുന്നത്. എങ്ങനെയാണ് അമ്മയെപ്പോലൊരു മഹാഗുരുവിൻ്റെ അടുത്ത് എത്തിച്ചേർന്ന സ്വാമിജിയുടെ ഒരു ആദ്യ അനുഭവത്തെ ഒന്ന് ഓർത്തെടുക്കാമോ? ഞാൻ എൻജിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് കുറേ കൂട്ടുകാരുണ്ടായിരുന്നു, യുക്തിവാദികളായ കൂട്ടുകാർ. അവരോടൊപ്പം പല സ്ഥലങ്ങളിലും പോയിരുന്നു ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ. യുക്തിവാദികൾ പലയിടത്തും ഈശ്വരൻ ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങളും സ്വീകരിക്കുന്നവരാണ്. അവരുടെ കൂടൊപ്പം ആകാംക്ഷ കൊണ്ട് ഞാനും പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഭൂതപ്രേത പിശാചുക്കൾ ഉണ്ട് എന്ന് കരുതപ്പെടുന്ന സ്ഥലങ്ങൾ, ഹോണ്ടഡ് ഹൗസസ്, അതുപോലെ ശ്മശാനങ്ങൾ, ഇവിടെയൊക്കെ പോയി നോക്കി. ഞാൻ ഒറ്റയ്ക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പിന്നീട് പോയി നോക്കി. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഭൂതപ്രേത പിശാചുക്കളൊന്നും മനുഷ്യൻ്റെ അത്രയും അപകടകാരികളല്ല എന്ന് മനസ്സിലായി. അതുമാത്രമല്ല, ഈശ്വരൻ്റെ കഴിവുകളുണ്ട് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ, സിദ്ധന്മാർ, അവർക്കാർക്കും ഈശ്വരനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്നെനിക്ക് സംശയം തോന്നി. ആ അന്വേഷണമാണ് എന്നെ അമ്മയിലെത്തിച്ചത്. അമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം ഈശ്വരനുണ്ടോ? സാധാരണ എല്ലായിടത്തും ചോദിക്കുന്ന ചോദ്യമാണ്. അമ്മയുടെ മറുപടി അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, അത് വിഡ്ഢിത്തമായ ഒരു ചോദ്യമാണല്ലോ മോനെ. ഈശ്വരനുണ്ടോ എന്ന് ചോദിക്കുന്നത് നാവ് കൊണ്ട് നാവുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെയാണ്. എന്താ മോൻ അന്വേഷിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഈശ്വരനുണ്ടെങ്കിൽ ആ ഈശ്വരനെ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അപ്പോൾ അമ്മ ചോദിച്ചു, അതെന്താ? ഈ ലോകത്തിൽ ധാരാളം ആളുകൾ രോഗങ്ങൾ കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും കഷ്ടപ്പെടുന്നു. ചിലർ സമ്പൽ സമൃദ്ധിയിൽ സുഖിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവിയും മറ്റൊരു ജീവിയുടെ ആഹാരമായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്ര ക്രൂരമായ ഒരു പ്രപഞ്ചം സൃഷ്ടിച്ച ഈശ്വരനുണ്ടെങ്കിൽ ആ ഈശ്വരനെ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് മോനെ ഇഷ്ടമായി. കാരണം മോൻ ഈശ്വരനോട് ദേഷ്യം വന്നത് സ്വാർത്ഥത കൊണ്ടല്ലല്ലോ, മറ്റുള്ളവരോടുള്ള കരുണ കൊണ്ടാണ്. മറ്റുള്ളവരോട് കരുണ തോന്നുന്ന ഹൃദയത്തിൽ തന്നെയാണ് ഈശ്വരൻ വസിക്കുന്നത്. ഈശ്വരൻ ശിക്ഷിക്കുന്ന ആളല്ല, രക്ഷിക്കുന്ന ആളാണ്. നമ്മൾ തന്നെയാണ് നമ്മളെ ശിക്ഷിക്കുന്നത്. നമ്മുടെ ചിന്തകളും പ്രവൃത്തികളുമാണ് ശിക്ഷയുടെ രൂപത്തിൽ നമ്മളിലേക്ക് തിരിച്ചു വരുന്നത്. അമ്മ മനോഹരമായ ഒരു ഉദാഹരണം പറഞ്ഞു. മുകളിലേക്ക് കല്ലുകൾ വലിച്ചെറിഞ്ഞിട്ട് പൂമഴ പെയ്യുമെന്നൊന്നും ആരും വിചാരിക്കണ്ട. കല്ലുകൾ തിരിച്ചു വരും, തലയിൽ വീണെന്ന് വരും, തല മുറിഞ്ഞെന്ന് വരും. അത് കല്ലിൻ്റെ തെറ്റല്ല, ഭൂമിയുടെ തെറ്റല്ല, പ്രകൃതിയുടെ നിയമമാണ്. പ്രകൃതിക്ക് കാരുണ്യമില്ല, പ്രകൃതിക്ക് നിയമങ്ങൾ മാത്രമേ ഉള്ളൂ. കൊച്ചുകുട്ടി കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടിയാലും, മന്ത്രി ചാടിയാലും, പണ്ഡിതൻ ചാടിയാലും, പണക്കാരൻ ചാടിയാലും ആ ഫലം ഒരേപോലെയാണ്. അതുകൊണ്ട് പ്രകൃതി നിയമങ്ങൾ പാലിക്കുക, അതാണ് ദുഃഖത്തിനുള്ള പരിഹാരം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രകൃതി നിയമങ്ങളെയാണ് അനുസരിക്കേണ്ട, നിയമങ്ങളെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ധർമ്മം അനുസരിച്ച് ജീവിക്കുന്ന ആൾക്ക് ഒരു ദുഃഖങ്ങളും ഉണ്ടാവാതെ പ്രകൃതി സംരക്ഷിക്കും. അഥവാ ഈ ദുഃഖങ്ങളൊന്നും ദുഃഖമായി അയാൾക്ക് തോന്നുകയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ ഈശ്വരനാണോ? അമ്മ പറഞ്ഞു, ഞാനൊരു ഭ്രാന്തിയാണ്, ആരും എന്നെ പിടിച്ച് ജയിലിലിടുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. മോൻ അമ്മയെ വിശ്വസിക്കണമെന്നോ മുകളിലുള്ള ഒരു ഈശ്വരനെ വിശ്വസിക്കണമെന്നോ അമ്മ പറയുന്നില്ല. നിന്നെ വിശ്വസിച്ചാൽ മതി. വിത്തിൽ പടർന്ന് പന്തലിക്കാനിരിക്കുന്ന മഹാവൃക്ഷം പോലെ ഈശ്വരശക്തി ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളിലും കുടികൊള്ളുന്നു. ഏകാഗ്രമായ അനുഷ്ഠാനം കൊണ്ട്, സൽക്കർമ്മങ്ങൾ കൊണ്ട്, ധ്യാനം കൊണ്ട് അതിനെ ഉണർത്തിയെടുത്താൽ മനുഷ്യന് ഈശ്വരൻ്റെ പദവിയിലേക്ക് ഉയരാൻ സാധിക്കും. ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ഒരു പദവിയാണ്. ആർക്കും ആ പദവിയിലേക്ക് ഉയരാം. പക്ഷേ സകല ചരാചരങ്ങളുടെയും അനുഗ്രഹം വേണം. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ആർക്ക് വേണമെങ്കിലും അങ്ങനെ ആവാം. പക്ഷേ എല്ലാവരുടെയും വോട്ട് വേണം. ഇതേപോലെ സകല ചരാചരങ്ങളുടെയും അനുഗ്രഹം ഉണ്ടാവുമ്പോൾ ഒരാൾക്ക് ഈശ്വരൻ്റെ പദവിയിലേക്ക് ഉയരാൻ സാധിക്കും. ഈശ്വരൻ്റെ ദിവ്യ ഗുണങ്ങൾ
അമ്മയിൽ കണ്ടപ്പോൾ എനിക്ക് പിന്നീട് ഈശ്വരാന്വേഷണം വേണ്ടി വന്നില്ല. നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഋഷിമാർ പറഞ്ഞ സത്യങ്ങൾ, അതായത് പഠിപ്പിക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ നമ്മളെ ഗുരു പഠിപ്പിക്കുന്നു. അതായത് പുസ്തകങ്ങളിൽ കിട്ടാത്ത ചില അറിവ് ഗുരുവിൻ്റെ സന്നിധിയിൽ നിന്നും നമ്മൾ പഠിക്കുന്നു. പഠിപ്പിക്കാതെ പഠിക്കുന്ന രഹസ്യങ്ങൾ, അതാണ് ആധ്യാത്മിക ശാസ്ത്രം.